എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ലസിത പാലക്കലിൻ്റെ കാല് പിടിച്ചിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ്. ഞാൻ ചെയ്തു പോയൊരു തെറ്റെന്ന് പറയുന്നത് ഞാൻ കൃഷ്ണനെ വരയ്ക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ മുമ്പിൽ ഞാൻ ചെയ്തു പോയൊരു തെറ്റ്. അതിൻ്റെ പുറകെ എന്നെ ഇങ്ങനെ നിരന്തരം ഫോളോ ചെയ്ത് ഉപദ്രവിക്കുമ്പോൾ നിങ്ങൾക്ക് കുടുംബമുണ്ട്, കുട്ടികളുണ്ട് എന്ന് പോലും ചിന്തിക്കുന്നില്ല. ഇന്നലെ എൻ്റെ കുട്ടികൾ ഇതനുഭവിച്ചത്, അവർ ബ്ലഡ് തുടച്ചതിൻ്റെ അവരുടെ ആ മാനസികാവസ്ഥയൊക്കെ ഇനി ഒരു കൊച്ചിനും വരാതിരിക്കും. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്, അതിൻ്റെതായ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാവും. എന്തായാലും നമ്മുടെ സോഷ്യൽ മീഡിയയിലെ നിറസാന്നിധ്യമായിരുന്ന ജസ്ന സലീം ഒരു ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതായിട്ട് ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആത്മഹത്യ ചെയ്യുന്ന വീഡിയോയും, അതായത് ചെയ്യാൻ ശ്രമിക്കുന്ന വീഡിയോയും, അതുപോലെ തന്നെ അതിന് ശേഷം കയ്യിൽ കെട്ടൊക്കെ വെച്ചിട്ടൊരു വീഡിയോയും വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്ന വീഡിയോ ഇപ്പോൾ റിമൂവ് ആയിരിക്കുകയാണ്. അതായത് എനിക്ക് തോന്നുന്നത് യൂട്യൂബ് തന്നെ റിമൂവ് ആക്കാനാണ് ചാൻസ്. കാര്യം ഇങ്ങനെയുള്ള വീഡിയോസൊന്നും യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഇതിലിപ്പം കാരണമായിട്ട് ജസ്ന സലീം പറയുന്നത് ലിസിത പാലക്കൽ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു സ്ത്രീയാണ് കാരണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇപ്പം ലിസിത പാലക്കലും ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്നുള്ള നിലയ്ക്ക് പുറത്ത് വരുന്നുണ്ട്, വീഡിയോ ആയിട്ട് പുറത്ത് വന്നിട്ടുണ്ട്. രണ്ടുപേർക്ക് ചാനലുള്ളവരാണ്. ഇവർ രണ്ടുപേരുടെയും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലിസിത പാലക്കൽ അവരുടെ ചാനലിൽ നിന്ന് ജസ്നയെ കുറിച്ച് ഓരോന്ന് പറയും, ജസ്നയുടെ ലൈവിൽ വന്നിട്ട് തിരിച്ച് ലിസിത പാലക്കലിനെ കുറിച്ച് പറയും. ഇതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് പെട്ടെന്നാണ് ജസ്ന സലീം ഇങ്ങനൊരു നിലപാടിലേക്ക് പോയത്, ആത്മഹത്യാ ശ്രമം. അതിൽ ഈ തൻ്റെ മക്കളെയും ഉൾപ്പെടുത്തും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ജസ്നയ്ക്ക് അറിയാവുന്ന കാര്യമാണോ അതോ എനിക്കറിയില്ല. എന്തായാലും പക്ഷേ ഈ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ കുറ്റകരമാണ്. ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നത് കുറ്റകരമാണ്. ജസ്നയൊക്കെ ആരെങ്കിലും അങ്ങനെ അപമാനിച്ചു എങ്കിൽ നിയമപരമായിട്ട് പോകാമായിരുന്നു. നിയമപരമായിട്ട് നമുക്ക് കോർട്ട് പോയി എന്നൊക്കെ അവർ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ ലിസിത പാലക്കലിന് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. അതിനുശേഷം നമുക്ക് ജസ്ന പറയുന്നത് കൂടെ കേൾക്കാം. എന്താണ് ഇതിലെ ശരി തെറ്റുകളെന്ന് നമുക്ക് കണ്ടതിന് ശേഷം മനസ്സിലാക്കാം. അവിടെയുള്ള നമ്പർ 1 വെടിവീരനാണെന്നാണ് എല്ലാവരും പറയുന്നത്. അവനോട് അത് വെറും ചള്ളി കേസ്, പുള്ളി കേസ് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ചോദിക്കുന്ന ആൾക്കാരൊക്കെ ജസ്ന സലീമിന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, സ്റ്റെപ്പ് പറയുന്നത് അത് മറ്റേ സലീം ആക്കി കൊടുത്ത രണ്ടാമത്തെ ഭർത്താവ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആണോന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ആങ്ങളാന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ആങ്ങളെ ഇപ്പൊ ആങ്ങളെ ബന്ധാണോ പിന്നെ ചാനലിലൂടെ കാണുന്നത്? നിങ്ങൾ നോക്കിയാട്ടെ, ആങ്ങളെ ബന്ധാണോ അവർ കാണിക്കുന്നത്? എനിക്ക് തോന്നുന്നില്ല, എനിക്ക് അങ്ങനെ തോന്നുന്നൊന്നുമില്ല. കാരണം പിന്നെ എല്ലാ ആൾക്കാർക്കും ആങ്ങളമാരുണ്ടാവും, എല്ലാ ആൾക്കാർക്കും പിന്നെ അനിയന്മാരുണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ ഇതുപോലെ വൃത്തികേട് പറയുന്ന ഏട്ടനും തെങ്ങലും അരനേട്ടാ എന്ന് പറഞ്ഞിട്ട് ജസ്നന്റെ ബലട്ടാ എന്ന് പറഞ്ഞിട്ടുള്ള ജസ്നയും അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ സെക്ഷൽ ആയിട്ട് പറയുന്ന ഒരേ ഒരു ആംഗിൾ പെങ്ങൾ ബന്ധം. നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ, വേറെ ആരുണ്ടാകുക? എങ്ങനെ ആലോചിക്കുക. നീ എന്റെ മക്കളെ പറയുന്നുണ്ടല്ലോ, നീ എന്റെ മക്കളെ മാത്രമല്ല എന്റെ കുടുംബക്കാരെ, എന്റെ അമ്മേനെ അടക്കം നീ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഉൾപ്പെടെ, ഞാനും എന്റെ മക്കളും എന്തെങ്കിലും ഒന്ന് മാനസിക പീഡനത്താൽ ഞാനും എന്റെ മക്കൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ജസ്ന സലീം എന്ന വ്യക്തി മാത്രമായിരിക്കും എന്ന് എനിക്കും പറയാം. അല്ലേ ജസ്ന, നിങ്ങൾ എല്ലാവരും ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചോളൂ. അപ്പം ലിസിത പാലക്കലിൻ്റെ ക്ലിപ്പിംഗ് നിങ്ങൾ കണ്ടല്ലോ. ഇതിൽ ഇനിയിപ്പം ജസ്ന പറയുന്നത് ഈ കാരണങ്ങൾ കൊണ്ടാണ്, ലിസിത പറയുന്ന കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നത്. അതായത് എൻ്റെ മക്കൾക്കൊന്നും പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല, കുഞ്ഞുങ്ങൾക്കൊന്നും ജീവിക്കാൻ പറ്റുന്നില്ല, ഞങ്ങളുടെ കാര്യമായിട്ട് മുന്നോട്ട് പോയിട്ട് ഞങ്ങളെ വെറുതെ വിടുന്നില്ല എന്നൊക്കെയാണ് നമ്മുടെ ജസ്ന പറയുന്നത്. നമുക്ക് എന്തായാലും ജസ്ന പറയുന്നത് കൂടെ കേട്ടിട്ട് എനിക്കും കുട്ടികൾക്കും മാനക്കേട് കൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഞങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ലിസിത പാലക്കൽ ഒരുപാട് കാലമായി നിരന്തരം എന്നെ ഫോക്കസ് ചെയ്തിട്ട് എന്നെ ടോർച്ചർ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ 18ഓളം ആൾക്കാരുടെ പേരിൽ പീഡന കേസ് കൊടുത്തു എന്നും ഞാനൊരു ഹണി ട്രാപ്പുകാരിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ലിസിത പാലക്കൽ സ്ഥിരമായിട്ട് എൻ്റെ പേര് വരെ മെൻഷൻ ചെയ്തിട്ട് ഡെയിലി വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റേഷനിൽ പോയിട്ട്, ഞാൻ മാത്രമല്ല മക്കളും അരുണും ഒക്കെ സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. എല്ലാവരും എന്താണ് കേസ്, നീ ആരുടെ പേരിലാണ് കൊടുത്തത് എന്നുള്ള രീതിയിലും ഇതെൻ്റെ കുഞ്ഞുങ്ങളെ ബാധിച്ച് അവരുടെ വിദ്യാഭ്യാസത്തെയൊക്കെ ബാധിക്കുന്ന ഒരു മട്ടിലുമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടുന്ന് എസ്ഐനോട് പറഞ്ഞു, ഇതെനിക്ക് FIR ഇട്ട്
തന്നേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു സൈബർ ക്രൈമാണ്, നമുക്ക് കോടതിയിലേക്ക് കൊടുക്കാനാണ് ഓപ്ഷൻ എന്ന് പറഞ്ഞു. സാജനെ അറസ്റ്റ് ചെയ്ത സമയത്ത് അപ്പം ഞാൻ ചോദിച്ചു, സാജനെ എങ്ങനെ അറസ്റ്റ് ചെയ്തു? ഒരു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയത് കൊണ്ടല്ലേ സാജനെ അറസ്റ്റ് ചെയ്തത്? ഹണി റോസിന് എങ്ങനെ നീതി കിട്ടി? അപ്പോൾ സാധാരണക്കാരായ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് നീതിയും നിഷേധമൊന്നും ഇല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അവിടുന്ന് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് FIR ഇട്ട് കിട്ടിയിട്ടില്ല വെച്ചാൽ ഞാനും എൻ്റെ മക്കളും ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്ന പറയുന്ന കേട്ടല്ലോ, ജസ്നയുടേതായ കാര്യങ്ങളിലോട്ട് ഒതുങ്ങിക്കൂടി ജീവിക്കുമായിരുന്നു. പക്ഷേ ജസ്ന ഇങ്ങനെ പുറകെ നടന്ന് ഉപദ്രവിച്ച് ജസ്ന അതിൻ്റെ പേരിൽ കേസ് കൊടുത്ത സമയത്ത് നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാമെന്നൊക്കെയാണ് അവിടുന്ന് പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പിന്നെ എന്തിനാണ് പെട്ടെന്ന് എന്തായാലും നിയമത്തിന് പോകാൻ തീരുമാനിച്ചു, പിന്നെ എന്തിനാണ് ഈ ആത്മഹത്യ എന്ന് പറഞ്ഞ ശ്രമം നടത്തിയത്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം ജസ്നയോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ അത് നമുക്ക് മാത്രമേ നഷ്ടപ്പെടുകയുള്ളൂ. ഇപ്പം ഇങ്ങനെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഞാനിങ്ങനെ ചെയ്യാൻ പോവുകയാണ്, ചെയ്യുമ്പോൾ ഇന്ന ആളാണ് കുറ്റക്കാർ എന്നൊക്കെ പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ജസ്നയ്ക്കും ജസ്നയുടെ ഫാമിലിക്കും സ്വന്തം മക്കൾക്ക് മാത്രമേ നഷ്ടമുള്ളൂ. ഈ പുറത്തിരുന്ന് കാണുന്ന ഒരൊറ്റ വ്യക്തികൾക്ക് നഷ്ടമില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് ആ വീഡിയോ ജസ്റ്റ് വീണ്ടും റെക്കമെൻഡേഷന് വരുമ്പോൾ കാണുമായിരിക്കും. കണ്ടതിന് ശേഷം അവരത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കാണും, അല്ലെങ്കിൽ അത് കളഞ്ഞിട്ട് പോകും. അല്ലാതെ ഞാനിങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചാൽ ആരും പേടിക്കില്ല, ആർക്കും നഷ്ടവുമില്ല, ആർക്കും ഒന്നും സംഭവിക്കാനും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നിയമപരമായിട്ട് കുറ്റകരമാണ്. ഒന്നാമത്തെ കാര്യം, ആത്മഹത്യയെ കുറ്റകരമാണ്. അതിൻ്റെ കൂടെ പറയുന്നത് എൻ്റെ മക്കളെയും ഞാനിതിൽ ഉൾപ്പെടുത്തു എന്ന് പറയുന്നത്. അപ്പോൾ അത് കൊലപാതക ശ്രമമാണ്. അതിനെക്കാട്ടി തെറ്റാണ്. മക്കൾക്ക് ജീവിക്കാനുള്ള അവസരം ഭരണഘടനയിലുള്ളതാണ്. അതുപോലെ തന്നെ മാനുഷിക മൂല്യങ്ങൾ വെച്ചിട്ടും അതിനുള്ള അവസരമുള്ളതാണ്. അപ്പം സ്വന്തം താല്പര്യത്തിന് വേണ്ടി കുഞ്ഞുങ്ങളെയും കൂടെ ബലി കൊടുക്കുക എന്ന് പറയുന്നത് വളരെ മോശകരമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും ജസ്ന പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്, നമുക്ക് കേട്ടിട്ട് വരാം. സഹിക്കുന്നതിനും പൊറുക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ആ ലിമിറ്റ് എന്നോട് വിട്ടുപോയി. ഞാൻ ചെറിയൊരു അറ്റംപ്റ്റ് ശ്രമിച്ചു. അൺഫോർച്ചുനേറ്റ്ലി കേട്ടല്ലോ, ജസ്ന ഇപ്പോഴും പറയുന്നതാണ്, ഞാനൊന്നും ചെയ്യുന്നില്ല, തെറ്റുകളൊന്നും ചെയ്യാതെ തന്നെ എന്നെ ഇങ്ങനെ ആക്രമിക്കുകയാണെന്നാണ് പറയുന്നത്. ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്, നെഗറ്റീവും പോസിറ്റീവും ഇവിടെ നിന്നുണ്ടാകും. അപ്പോൾ അതിൻ്റെ പേരിലൊക്കെ പെട്ടെന്ന് നമ്മൾ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിശൂന്യമാണ്. പിന്നെ ഇങ്ങനെ നമ്മളിപ്പോൾ ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു എനിക്ക് ചെയ്ത് പരിചയമോ മുൻകൂട്ടിയുള്ള പരിചയങ്ങളോ ഒന്നുമില്ല, കേട്ടിട്ടുള്ളതാണ് കേട്ടോ. ഇത് പെട്ടെന്നുണ്ടാകുന്ന ഒരു ഇമോഷനാണ് ഈ ആത്മഹത്യാ ശ്രമം എന്ന് പറയുന്നത്. പക്ഷേ ആത്മഹത്യ ശ്രമിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ വന്ന് വീഡിയോയുടെ മുമ്പിൽ വന്നിരുന്ന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു വിശ്വസനീയമല്ല. ഓക്കെ, പോട്ടെ. എന്തായാലും ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ ദൈവഭാഗ്യം കൊണ്ടൊന്നും സംഭവിച്ചില്ല. ഓക്കെ, ഇനി ഇത് ആവർത്തിക്കാതിരിക്കുക. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ ഉൾപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞത് കുറ്റകരമാണ്. എനിക്ക് തോന്നുന്നു ആ വീഡിയോ വൈറലായി വരികയാണെങ്കിൽ ആരെങ്കിലും ജസ്നയുടെ പേരിൽ കേസ് കൊടുക്കുകയാണെങ്കിൽ ജസ്ന അതിന് ഉത്തരം പറയേണ്ടി വരും. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം ചെയ്തുകൂടാന്നൊക്കെ ഉള്ളത്. പക്ഷെ ഇങ്ങനെ വന്ന് അതാണല്ലോ, ഇപ്പം ജസ്നയാണ് ആ വീഡിയോ ഡിലീറ്റ് ചെയ്തെങ്കിൽ എനിക്കറിയില്ല. പക്ഷേ ജസ്ന ചെയ്തില്ലെങ്കിൽ പോലും യൂട്യൂബ് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുക തന്നെ ചെയ്യും. കാര്യം അങ്ങനെയുള്ള വീഡിയോസിനൊന്നും യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യാറില്ല. ബ്ലഡ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പ്രമോഷൻ കൊടുക്കുന്നില്ല. പിന്നെ കുഞ്ഞുങ്ങളെ കൂടി ഇതിലേക്കൊന്നും വലിച്ചഴക്കരുത്. ഈ കുഞ്ഞുങ്ങളുടെ പ്രശ്നം വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യാൻ തന്നെ കാരണം. ഇത് ഒരു ചിലർക്കിങ്ങനെ തോന്നുന്ന ഒരു തോന്നലാണ്, ഞാനും എൻ്റെ മക്കളും ഒരുമിച്ച് അങ്ങനെ ഇല്ലാതായി കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ സുഖമില്ലേ, എന്നാൽ ഞങ്ങൾ അങ്ങനെ ചെയ്തു തരാം ഇങ്ങനെ ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോൾ ഇത് നഷ്ടപ്പെടുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ ഫാമിലിക്ക് മാത്രമേ ഉള്ളൂ, പുറത്തുനിന്ന് ആർക്കും. അതൊക്കെ മനസ്സിലാക്കുക. പിന്നെ നമ്മൾ അതിലെ പുലി വരുന്നു എന്ന് പറഞ്ഞൊക്കെ ഒരു പെട്ടെന്ന് പുലി വരുമ്പോൾ ആരും വിശ്വസിക്കാതെ വരും. അപ്പം എനിക്ക് തോന്നുന്നു ജസ്ന നേരത്തെ ഇതുപോലെ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇതിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണെന്നാണ് എൻ്റെ ഒരു ധാരണ. ശരിയോ തെറ്റോ എന്ന് എപ്പോഴോ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു, ഹോസ്പിറ്റലിൽ കിടന്നതിനെ കുറിച്ചൊക്കെ. അപ്പോൾ എന്തായാലും അതൊക്കെ ബുദ്ധിശൂന്യമായ കാര്യങ്ങളാണ്. ഇനി ഇത് ആവർത്തിക്കാതിരിക്കുക. എന്നുവെച്ചാൽ ഇത്രയേ ഉള്ളൂ, എന്ത് നഷ്ടപ്പെട്ടാലും നമുക്ക് മാത്രമേ നഷ്ടപ്പെടാനുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.